ജോർജറ്റ് വരുന്ന മധുബാല എന്ന് പറയുന്ന ഒരു കളക്ഷൻസ് ആണ്. കോട്ടന്റെ 250 വിത്ത് ലൈനിങ്ങോട് കൂടി. ഇത് റയോൺ ആണ്. 199 ആണ് പ്രൈസ് വരുന്നത്. വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ഇതിന്റെ റേറ്റ് ആണോ പറഞ്ഞത് 299? അതെ അതെ. ബ്ലാക്ക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലേ. ബോട്ടവും ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. 4XL പ്ലസ് സൈസ് കാര്യങ്ങളത് ഗോൾഡൻ വിട്ടിട്ടൊരു വേറെ കളർ. അടുത്തേക്ക് വന്നാൽ അത് കാണാൻ പറ്റുള്ളൂ. ഫുൾ സ്ലീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2 പീസിന്റെ 299 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. റെസ്റ്റോറൻറ്റിൽ തന്നെ നമുക്ക് നെക്ക് പോർഷനിലാണ് വർക്ക് വന്നിരിക്കുന്നത്. ഇതിന് എൻക്വയറി കൂടുതലാണ്. എൻക്വയറി കൂടുതലാണ്. ഈ പെപ്സി ബ്ലൂ കളർ ഇത് വരുന്നത് 599. ഇതിന്റെ റേറ്റ് ആണ് പറയുന്നത് 599. സെമി ചന്തേരിക്കകത്ത് ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. വിത്ത് ലൈനിങ് 2 പീസ് കളക്ഷൻ വെറും 299 കേട്ടോ ഈ ഒരു കളക്ഷൻ വരുന്നത്. ഇതും 299 ആണ്. A-line ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാ വരുന്നത്. അതും 2 പീസ്. ഇതും 199. അതെ അതെ. ഇതും 199. അതെ. ഇതും 199. ഒരു 800 രൂപ പിടിച്ചോ. അതിന്റെ ഉള്ളിലുള്ള കളക്ഷൻസ് മാത്രം ഈ കടയിലുള്ളൂ. ഈ ഒരു സാധനം ഞാൻ കയ്യിൽ പിടിച്ചപ്പോ ഭംഗി ഉണ്ടായില്ലല്ലോ. പക്ഷെ ഇത് ഇട്ട് വന്നപ്പോൾ ഒരു ഭംഗി നോക്കിയാൽ ഇതെന്താ 250 ഉള്ള റേറ്റ്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുർത്തി എന്ന് പറയണത് 795 ഉള്ളിലുള്ള കളക്ഷൻസ് മൊത്തം കാണിക്കണം. അതും 199 തൊട്ട് 199 സ്റ്റാർട്ടിംഗ് റേറ്റ് തൊട്ട് 700 എന്നുവെച്ചാൽ ഒരു 800 രൂപ പിടിച്ചു. അതിൻ്റെ ഉള്ളിലുള്ള കുർത്തീസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അതിൽ 2 പീസ് കിട്ടും, സിംഗിൾ കുർത്തി കിട്ടും, 3 പീസ് കിട്ടും. അപ്പോൾ ഇത് എവിടെയാണ് സ്ഥലമല്ലേ? യെസ്, കായംകുളം, നമ്മുടെ കൊച്ചുണ്ണീരി നാട്ടിലാണ്. അപ്പോൾ ശരിക്കും കായംകുളം എന്ന് പറയുമ്പോൾ ജംഗ്ഷൻ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ കായംകുളം പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചുണ്ണിക്ക് നന്നായിട്ട് അറിയാം. ആ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ പേരൊന്നും അറിയില്ല, ഞാൻ ഈ ഒരു നാട്ടുകാരിയേ അല്ല. പക്ഷേ കായംകുളം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ജസ്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ആ റോഡിൽ നിന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ ഈ പ്രദേശത്തൊക്കെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടൂല. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ AS കുർത്തീസൊക്കെ കാണും. 2 ഫ്ലോർ ആയിട്ടുള്ള ബിൽഡിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. യെസ്, AS കുർത്തീസ് ഹോൾസെയിൽ ആണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഐറ്റംസ് അതും വിത്ത് റേറ്റ് അടക്കം ചിലതൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടെൻ്റെ ഈ ഒരു 2 പീസ് കളക്ഷനും ഇവിടെ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെയും റേറ്റ് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് കയറി നോക്കാം. നമുക്ക് കയറാം. ഇഷ്ടം പോലെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ബില്ലിംഗ് ടീം, നമ്മുടെ ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അത് ആരും ശ്രദ്ധിക്കാണ്ട് പോകണ്ട. ഇതെന്താ സംഭവം? ഓൺലൈൻ ഓർഡർ എടുക്കുക. അപ്പോൾ ഇവിടെയും കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലേ. ഇതെന്താ സംഭവം? അതെ, ഓൺലൈനാണ് മെയിനായിട്ട് ഇവർക്ക് കച്ചവടം നടക്കുന്നത്. എന്തായാലും ഒരു ഹായ് പറഞ്ഞ എല്ലാവരും കൂടി ഒരു ഹായ് പറഞ്ഞു. അത്യാവശ്യം ഉള്ളിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ടീം 2 ആൾക്ക് എങ്ങനെ ഒരുപോലത്തെ മുടി വന്നേ? ബ്രദേഴ്സാണോ? അല്ല, അങ്ങനെ ആയി പോയതാന്നല്ലേ? ശരി, അതൊക്കെ നമുക്കൊരു വിഷയമല്ല. നമ്മുടെ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര എന്താ സംഭവം എന്നുള്ളതൊന്ന് നമുക്ക് ചോദിച്ചറിയാം. ഇടുവാ, ഇനി ഞാൻ പറയുന്ന കാര്യമില്ലല്ലോ ഈ ആളെ കുറിച്ചിട്ട്. നമുക്ക് വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് പേര്? ഏതാണ്? എന്റെ പേര് സോനു എന്നാണ് പേര്. നമ്മളെവിടെയാ നിൽക്കണേ? നമ്മൾ AS കുർത്തീസിൽ കായംകുളം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഇട്ടതിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ഞാൻ ഇട്ടതിന് എൻക്വയറി കൂടുതലായിരുന്നു. നിറയെ എൻക്വയറി ഉണ്ടായിരുന്നു. ഇപ്പോഴും ചോദിക്കാറുണ്ട് കസ്റ്റമേഴ്സ്. 2 കൊല്ലം മുന്നിട്ട വീഡിയോ, 1 കൊല്ലം 2 കൊല്ലം മുന്നിട്ട വീഡിയോ, അതിന്റെ ഇപ്പോഴും എൻക്വയറീസ് വരുന്നുണ്ട്. അത്രയും അവർക്ക് നല്ല പെർഫെക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ റേറ്റ് ആണ് എടുത്ത് പറയാനുള്ളത്. റേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിസ്സാര റേറ്റ് ഉള്ളു. സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും? 299, 199 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പറയേ, ഞാൻ അവരോട് 199 പറഞ്ഞിട്ടാണ് അകത്ത് കയറ്റിയത്. 199 തൊട്ട് നമുക്ക് ഫ്രോക്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എത്ര പേർക്ക് പോകും? നമ്മുടെ 3 പീസ് വരുന്നത് 795 ആണ്. അതുവരെയാണ് ലാസ്റ്റ് റേറ്റ്. അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല. എന്ന് വെച്ചാൽ 1000 രൂപ കൊണ്ടുവന്നാലും നടക്കൂല കേട്ടോ. കാരണം ഇത് ഒരു പീസായിട്ട് കിട്ടുന്ന ഒരു സംഭവമല്ല. ഇവിടെ എന്ന് പറയുമ്പോൾ ഹോൾസെയിൽ ആണ്. ഇനി എങ്ങനെയാണ് നമുക്ക് കുറച്ച് കളക്ഷൻസ് പുതിയത് വന്നിട്ടുണ്ടോ? ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. എവിടെ നിന്ന് തുടങ്ങാം? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാ പിള്ളേരുകൾ വാ, ഒന്ന് എടുത്ത് കാണിച്ചു താ നമുക്ക് എന്തൊക്കെയാണ് വെറൈറ്റി. നമുക്ക് കോട്ടന്റെ വരുന്നുണ്ട്. അതുപോലെ വാ പ്രിൻസി, വാ. പ്രിൻസി ആണോ പേര്? വാ, നമുക്ക് ഓരോന്ന് എടുത്ത് കാണിച്ചു തന്നെ. വാ, ഇപ്പുറത്തേക്ക് പറയൂ, ഇതിനെ കുറിച്ച് പറഞ്ഞോ. പറയൂ. മൈക്ക് എവിടെയാ? പറയൂ. ഇത് ജോർജറ്റ് ഫ്രോക്ക് ആണ്. ഹാൻഡ് വർക്കോട് കൂടിയാണ് വരുന്നത്. ബാക്കി ഡോറി അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഇതിന്റെ ഒക്കെ റേറ്റ് പറയുമ്പോൾ നമുക്ക് അത് എന്തായാലും ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ ഓൺലൈനിൽ നോക്കിയാൽ മതി. ഓൺലൈനിൽ എന്ന് വെച്ചാൽ നമുക്ക് ഫോൺ വിളിക്കുമ്പോൾ ഇവിടെ ഓൺലൈൻ ടീം ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല, അവരായിട്ട് ഡീൽ ചെയ്താൽ മതി. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ വാട്സപ്പ് കോൾ, വീഡിയോ കോളൊക്കെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ റേറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് നമ്മൾ പറയുന്നില്ല. പക്ഷേ റേറ്റ് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിന്റെ കളേഴ്സ് ഒന്നും നോക്കണ്ട. നമുക്ക് കളേഴ്സ് ഇത്രയും കളേഴ്സ്, എത്ര കളേഴ്സ് വരും ഏകദേശം? നമുക്ക് നോർമലി നമുക്ക് ഒരു ഡ്രസ്സ് ആകുമ്പോ ഏകദേശം 4-5 കളർ കിട്ടും. 5 കളർ 6 കളർ ഒക്കെ വരും. എപ്പോഴും ഉണ്ടാവൂല. നോർമലി എന്ന് വെച്ചാൽ ഒരു പാറ്റേണിൽ നമുക്ക് സാധാരണ. അപ്പൊ ഇതിന്റെ ഒരു സംഭവം എന്താ ഇവിടെ എടുക്കട്ടെ. അടുത്തത് എടുത്തോ. അടുത്ത പീസ് ഇത് പാച്ചില് അല്ലേ? പാച്ച് വരുന്നത്.
പാച്ചിൽ അതുപോലെ തന്നെ സ്ലീവിന്റെ പോർഷനിലും പാച്ച് വർക്ക്. എന്താ ഉഷാറില്ലാത്ത ഭക്ഷണം കഴിച്ചില്ലേ? പറ, നിങ്ങളുടെ കുർത്തിനെ കുറിച്ച് ചോദിക്കുന്നത് ഞാൻ. ഇതാണെങ്കിൽ യോക്ക് പോർഷനിലും ഒരു പാച്ച് വർക്ക് ഉണ്ട്, സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട്. എലൈൻ കുർത്തിയാണ്. യോക്കിന് താഴെയായിട്ട് കുറച്ച് പ്ലീറ്റ്സ് വരുന്നുള്ളൂ. ബാക്ക് ഒന്ന് കാണിച്ചാൽ ബാക്ക് എലൈൻ ആണ്. ഫ്രണ്ടിൽ ഫ്ലീറ്റ്, ബാക്ക് എ ലൈൻ, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ കിട്ടുന്ന പറയുമ്പോൾ ഇങ്ങനെ ഫ്ലീറ്റ് വർക്ക് കിട്ടും. എ ലൈൻ ഉണ്ട്, സ്ട്രേറ്റ് ഫിറ്റ് ഉണ്ട്, ഫ്രോക്ക് ഉണ്ട്, പിന്നെ ഈ 3-4 മോഡൽസ് മെയിൻ ആയിട്ട്. 2 പീസ് ഉണ്ട്, 3 പീസ് ഉണ്ട്, കോട്ട് സെറ്റ്. എന്ന് വെച്ചാൽ ഒരു ലേഡീസിന് വേണ്ട ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ കളേഴ്സ് കൂടി നോക്കി പോട്ടെ. പിന്നെ പാച്ച് വർക്കിന്റെ ഇത് ഡീറ്റെയിലും ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഞാൻ എടുത്ത പാറ്റേൺ പാച്ച് വർക്ക് വ്യത്യാസമുണ്ട്, ഇതിന്റെ പാച്ച് വർക്ക് വ്യത്യാസമുണ്ട്. കാന്താ കോട്ടന്റെ പാച്ചും കൂടെ ഉണ്ട്. ഇത് കാന്താര അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ കളേഴ്സ് ഇങ്ങനെ മാറി മാറി കിട്ടും. പിന്നെ അടുത്തത് ഇത് അടിപൊളി കളറല്ലേ, ലാവൻഡർ അല്ലേ? നല്ല രസമായിട്ടുണ്ട്. ഫ്രോക്ക് മോഡൽ സ്ലീവോട് കൂടി വരുന്ന ഒരു ഫ്രോക്കാണ്. നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഒരു ടൈപ്പ് അല്ലേ, പക്ഷെ ഇത് ഹക്കോബയാണ് കോട്ടണില്. പക്ഷെ ഇതാവുമ്പോ നമുക്ക് ഒരു ഹാൻഡ് വർക്ക്. അപ്പൊ ഇത് പാർട്ടി വെയറിന് ഇടാം. ഇന്ന് ഇങ്ങോട്ട് വന്നേ. പറ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്ന് സിന്ദൂരൊക്കെ ഇട്ടുണ്ട്. പ്രാവശ്യം അതാണ് ചോദിച്ചേ. ഇതിന്റെ കളർ ഏതാ? ഇത് 1, 2, 3, 4, 5, 6 കളേഴ്സ് വരുന്നുണ്ട്. 7 എണ്ണം ഉണ്ട്. ഒരെണ്ണം അടിയിൽ ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടി. ഈ റെസ്റ്റോറന്റ് ഇപ്പൊ ഇത്ര ട്രെൻഡിൽ നിൽക്കുന്ന ഒരു കളർ, നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള, നല്ലോണം മൂവിങ് അല്ലേ? ഇപ്പൊ ഈ ഒരു സെറ്റേ ഉള്ളു, അതിന്റെ ബാക്കിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഈ കഴിഞ്ഞു എന്ന് പറഞ്ഞാലും നമുക്ക് എന്താ പറയാ, റീപ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. കാരണം ഇവർക്ക് സ്വന്തമായിട്ടുള്ള യൂണിറ്റ് ഉണ്ട് അല്ലെ? മുകളിലല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ കണ്ടവരാണെങ്കിൽ അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം എന്താണ് AS കുർത്തീസ്. അപ്പൊ മുകളിലാണെങ്കിൽ മൊത്തം സ്റ്റിച്ചിങ് യൂണിറ്റ്. ഇത് കൂടാണ്ട് ഇവർക്ക് എറണാകുളത്തും ഉണ്ട് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്. നമ്മൾ നേരിട്ട് പോയി കണ്ടിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത് പറയുന്നത്. അപ്പൊ സ്റ്റോക്ക് വെക്കുന്നത് ഇവിടെ കായംകുളത്ത് അധികം ഹോൾസെയിൽ ഇല്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇല്ല, കായംകുളത്ത് ഒരു ഷോപ്പേ ഉള്ളൂ AS കുർത്തീസ് ഹോൾസെയിൽ. ആദ്യം ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. എനിക്ക് ബാക്കിയുടെ കാര്യം അറിയില്ല. അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം, എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇവരെ മറികടന്നുകൊണ്ട് നമുക്ക് പറയാലോ ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഇതന്നെ പറഞ്ഞേ. ഇതൊരു വർക്ക് ഒന്ന് സൂം ചെയ്തൊന്ന് കാണിക്കുമോ? ഈ വർക്കിനെ കുറിച്ചിട്ട് ഫ്ലീറ്റ് വർക്കാണ്. അതുപോലെ തന്നെ ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലും കൂടി വന്നിട്ടുണ്ട്. ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. ഇതിലും ഉണ്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് ഷെയ്ഡ് കേട്ടോ. ഇപ്പോൾ ബ്ലൂ എടുത്ത് കാണിച്ചെന്ന് മാത്രം, അതല്ലാത്ത ഇവിടെ റെസ്റ്റോറൻറ്റ് ഷെയ്ഡും റാണി പിങ്ക് ആ ഒരു ഷെയ്ഡും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ 3-4 ഷെയ്ഡ്സ് എല്ലാത്തിലും ഉണ്ട്. അപ്പം ഇനി കളേഴ്സ് ഞാൻ എടുത്തെടുത്ത് കാണിക്കേണ്ടല്ലോ, ഞാൻ ഇനി ഡീറ്റെയിൽ മാത്രം കാണിക്കുന്നുള്ളൂ. ഇനി അടുത്തത് വേഗം പറ കുട്ടി. ഇത് ജോർജറ്റ് വരുന്ന മധുബാല എന്ന് പറയുന്ന ഒരു കളക്ഷൻസ് ആണ്. ഇത് 2 പീസ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഫുൾ സ്ലീവ് കേട്ടോ അല്ലെ? അതെ, ആ ഒരു പ്രത്യേകത ഇതിലുണ്ട്. സാധാരണ നമുക്ക് 3/4 അല്ലെങ്കിൽ ഷോർട്ട് സ്ലീവ് ആണ് കിട്ടാറ്. ഇത് 2 പീസ്. പാൻസ് ഒന്നും ഇല്ലല്ലോ ഇവിടെ? അല്ല, ബോട്ടം വേറെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു ഓർമ്മ കിട്ടി പാൻസ് കാണിച്ചു എന്നുള്ളത് ഉണ്ട് അല്ലേ? ഇത് പിടിച്ചേ, വെറുതെ നിൽക്കണ്ട. ഇതാണെങ്കിൽ പ്ലീറ്റ്സോട് കൂടി വരുന്നതാണ്. ഓക്കെ, ബ്ലാക്ക് അടിപൊളി കളറാണ്. ബ്ലാക്ക് മാത്രമല്ല, ഇതിന്റെ എല്ലാ കളേഴ്സും നല്ല അടിപൊളി ഷെയ്ഡാണ് വരുന്നത്. നമ്മള് റേറ്റ് പറയാന്ന് പറഞ്ഞിട്ട് നമ്മൾ റേറ്റ് ഒന്നും പറഞ്ഞില്ല. ഹാൻഡ് വർക്കിനൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്രയാ? നമുക്ക് 395 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഹാൻഡ് വർക്കില് കേട്ടോ. ഹാൻഡ് വർക്കില് അതുപോലെ തന്നെ കോട്ടൺ വരുന്നുണ്ട്, 2 പീസ് വരുന്നുണ്ട്, കോട്ട് സെറ്റ് വരുന്നുണ്ട്. എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ ചെറുതായിട്ടെങ്കിലും പറയുന്നതായിരിക്കും. പിന്നെ അടുത്തത് ഞാൻ അങ്ങോട്ട് കയറി പോവല്ലേ, ഇത് എടുക്കാം ഞാൻ. നല്ല രസമായിട്ടുണ്ട്. 2 പീസ് അല്ലേ? സിൽവർ ത്രെഡും മിറർ വർക്കും കൂടെ വരുന്നതാണ്. ഗോൾഡൻ വിട്ടിട്ട് ഒരു വേറെ കളർ. ഇത് ത്രെഡ് വർക്കാണ് കേട്ടോ, ഹാൻഡ് വർക്ക് അല്ല വരുന്നത്. അതിൽ ചെറിയൊരു സീക്വൻസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലും നല്ല നല്ല ഷെയ്ഡ്സ് വരുന്നുണ്ട്. പിന്നെ ഇത് ദുപ്പട്ട അടക്കം വരുന്നത് ഇങ്ങനെ. അപ്പോൾ ബോട്ടം വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ബോട്ടം അവൈലബിൾ ആണ്. അത് വിളിച്ച് ചോദിച്ചാൽ മതി. നമ്മൾ കാണിക്കണ്ടേ വീഡിയോയിൽ? വേണ്ട, അത് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. ബോട്ടം എന്ന് പറഞ്ഞിട്ട് 2 കാലല്ല, അത് കാണിക്കാൻ മാത്രം ഒന്നുമില്ല അല്ലേ? പിന്നെയുള്ളത് ഇതൊരു 2 പീസ് ആണ്. ഇതിനൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഈ ഷോൾഡർ പോർഷനിൽ ഒരു കട്ടിങ് വരുന്നുണ്ട്. അടുത്തേക്ക് വന്നാൽ അത് കാണാൻ പറ്റുള്ളൂ. ഇതാ ഷോൾഡറിന്റെ അവിടെ ഇടുമ്പോഴാണ് അല്ലേ കറക്റ്റ് ആയിട്ട് ആ ഒരു കട്ടിങ്ങിന്റെ. ഇത് നിങ്ങളുടെ ക്രിയേഷൻ അല്ലേ? ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ. ഇത് ഇവരുടെ ക്രിയേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് അതിന്റെ കൂടെ 2 പീസിന്റെ ഈ ഒരു ദുപ്പട്ടയും കൂടി വരുന്നുണ്ട്. ഇത് മൊത്തം അതാണോ? അതെ, നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു കളക്ഷൻ ആണ്. ഇത്രയധികം സ്റ്റോക്ക് ആ ഒരു ഒറ്റ കളറിലും മാത്രം കേട്ടോ. അപ്പൊ ഇതിന് എൻക്വയറി കൂടുതലാ? എൻക്വയറി കൂടുതലാ. ഈ പെപ്സി ബ്ലൂ കളർ, ഈ ബ്ലൂ കളറിന്. അത് ശരി. ഞാൻ വിചാരിച്ചു റെസ്റ്റോറൻറ്റ് മാത്രമാണ് കൂടുതൽ മൂവിങ്. പക്ഷേ ഈ കളർ ഇപ്പൊ 3 ട്രെൻഡിൽ കൂടുതൽ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്താ ചിലപ്പോൾ അതിന്റെ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തേക്ക് ചേട്ടാ നമുക്ക് എവിടേക്കാ? വത്തിക്കാൻ്റെ അകത്ത് വരുന്ന 2 പീസ് സെറ്റ് ആണ്.
ടു പീസ് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്? 2 പീസ് വരുമ്പോൾ 299 തൊട്ട് നമുക്ക് ഡെൽറ്റ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് 299 തൊട്ട് 2 പീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 299 അത് ഡെൽറ്റേരെ ഓക്കെ. ആ 2 പീസിൻ്റെ 299 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതിൻ്റെ അല്ല റേറ്റ്. ഇതിൻ്റെ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താലും കാര്യങ്ങൾ പറഞ്ഞുതരും. പക്ഷേ കച്ചവടക്കാരായിരിക്കണം, റീറ്റെയിലായിട്ട് ഒരു പീസ് കിട്ടില്ല കേട്ടോ. ഇത് വാട്ടിക്കൻ്റെ അല്ലേ. ഇതിൻ്റെ കളേഴ്സ് അടിപൊളി കളേഴ്സ് കേട്ടോ, ബ്ലൂവും ഗ്രീനും അങ്ങനെ അങ്ങനെ നല്ല നല്ല ഷെയ്ഡുകളാണ് വരുന്നത്. പിന്നെ ഇതൊരു മൽച്ചന്തേരി അല്ലേ? അത് മൽച്ചന്തേരി. അത് മൽച്ചന്തേരിയാണ് ഈ സംഭവം. പിന്നെ ചിലതൊന്നും നമ്മൾ കാണിക്കുന്നില്ല വീഡിയോയിൽ. ചിലതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇവരുടെ തന്നെ ഇൻസ്റ്റാ പേജ് ഉണ്ട്. ഇൻസ്റ്റാ പേജിൽ AS കുർത്തീസ് തന്നെയല്ലേ, അതിൽ ഈ നിൽക്കണവരുടെയൊക്കെ കുറേ കലാവിരുദ്ധങ്ങളൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. കുറേ എന്താ പറയുക മോഡലിങ്ങിനെയും ഉണ്ടാവും. അതുപോലെ തന്നെ ഇവരായിട്ട് തന്നെ സ്വന്തമായിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ. അപ്പോൾ അതും അതിൽ കാണാൻ പറ്റും കേട്ടോ. ഇല്ലേ? ഇത് കോട്ടന്റെ ആണ്, ഒരു പാനൽ കട്ട് മോഡൽ. ഒരു ഇതിലും 2 പീസാ? 2 പീസാണ്. ഫുൾ സ്ലീവ് ആണ് കേട്ടോ വരുന്നത്. ഫുൾ സ്ലീവും വീനെക്ക് ഫുൾ. ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്ന് വെച്ചാൽ ഫുൾ സ്ലീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെയിലൊന്നും കൊള്ളില്ലല്ലോ നമ്മുടെ കൈക്ക്, നല്ല സുഖമായിരിക്കും. അപ്പോൾ ഇത് കോട്ടൺ ആണ് വരുന്നത്. 2 പീസാണ്, കോൺട്രാസ്റ്റ് ആണ് ഇതിൻ്റെ ദുപ്പട്ട കൊടുത്തിരിക്കുന്നത്. ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്. എവിടെ പോയി പ്രിൻസി? സ്പീഡ് ഇല്ല കേട്ടോ, പ്രിൻസിക്ക് സ്പീഡ് പോരാ. ഇത് നമുക്ക് വിചിത്ര സിൽക്ക് വന്നിട്ടുള്ള ഒരു 3 പീസ് കളക്ഷൻ ആണ്. കളക്ഷൻ തുറക്ക്. ബോട്ടവും ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ബോട്ടത്തിന് ഫുൾ ലൈനിങ്ങാണ് വരുന്നത്. ഓക്കെ. ഇത് ടോപ്പ്, അതുപോലെ തന്നെ ബോട്ടത്തിനും ലൈനിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ടയുടെ സൈഡിൽ ഇങ്ങനെ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ്. ഇത് നല്ല അടിപൊളി ഷെയ്ഡാണ്. ഇതിൽ എത്ര കളേഴ്സ് അവൈലബിളാ? അതിന്റെ കളക്ഷൻസ് ആണ് ഈ ഇരിക്കുന്നത്. ഇതാ 3-4 ഷെയ്ഡ് എന്തായാലും നമ്മൾ ഒരു പാറ്റേൺ കാണിക്കുമ്പോൾ അതിൽ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കി കളേഴ്സിൻ്റെ ഡീറ്റെയിലിംഗ് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. നമ്മളിപ്പോൾ ഒരെണ്ണത്തിന് മാത്രമേ കാണിക്കണം. പിന്നെ ഇതെന്ന് പറയണത് നമ്മുടെ ഫോട്ടോഷൂട്ട് സെക്ഷൻ. ഇതിലാണല്ലോ നിങ്ങളുടെ ഇൻസ്റ്റാ പേജിലേക്കൊക്കെ സംഭവങ്ങളൊക്കെ പോകണം. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ മോഡലിംഗ് പെണ്ണ് ഇത്ര നേരം ഉണ്ടായിരുന്നില്ല, എങ്ങോട്ട് പോയപ്പോൾ അത് റെസ്റ്റ് എടുക്കാൻ പോയി ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് ഓരോരോ പാറ്റേണുകളും നിങ്ങളുടെ മുന്നിലേക്ക് ഇൻസ്റ്റാ പേജിലേക്കൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് കളക്ഷൻ വരുന്നത് 2 പീസിൻ്റെ തന്നെയാണ്. പറയൂ. ഇത് ജോർജറ്റിൻ്റെ ഒരു 2 പീസ് ആണ്, സ്ലിറ്റഡ് ആണ്. ഓക്കെ. അതിൻ്റെ നമുക്ക് കോളർ നെക്കിന് ഒരു പാറ്റേണിൽ തന്നെ 2 മോഡൽ വരുന്നുണ്ട്. നെക്കിന്റെ പോർഷനിൽ ഈ ഒരു നെക്ക് കുറച്ച് ഡിഫറെന്റ് ആണ് കേട്ടോ. നോർമലി എന്ന് പറയുമ്പോൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നെക്ക് ഇങ്ങനെ ഇത്ര ആർഭാടാക്കാറില്ല. സാധാരണ ഒന്നല്ലെങ്കിൽ റൗണ്ട് അല്ലെങ്കിൽ വി നെക്കൊക്കെയാണ്. പക്ഷെ ഇത് കുറച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോട്ട് സെറ്റ് ഇത് സെയിം ടോൺ ടു ടോണിൽ തന്നെ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കളക്ഷനായി. പിന്നെ അടുത്തത് ഇതാണ് നമ്മുടെ 3 പീസിന്റെ കളക്ഷൻസ്. ഇത് 3 പീസിന്റെ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര വരുന്നത്? സ്റ്റാർട്ടിംഗ് വരുന്നത് 595 തൊട്ട് സ്റ്റാർട്ടിംഗ് വരുന്നത്. എന്നാൽ ഇവിടെ 795 ഉള്ളിൽ വെച്ചാൽ ഒരു 800 രൂപ പിടിച്ചോ, അതിൻ്റെ ഉള്ളിലുള്ള കളക്ഷൻസ് മാത്രം ഈ കടയിലുള്ളൂ. ഇപ്പോൾ 3 പീസിൻ്റെ ആയിരിക്കും മിക്കതും 795 അല്ലേ? അതെ. അതെ. ഇതൊരു ഡിഫറെൻറ്റ് സ്റ്റൈലല്ലേ, ഒരു കോളർ. എന്ത് കോളർ പറയാം? ഷർട്ട് കോളറാ. ഷർട്ട് കോളർ. ഓക്കെ. ഞാൻ വേറെ എന്തോ കേട്ടാ, അത് വിട്. കോട്ടണിലാണ് കേട്ടോ. ഇത് മൽമൽ കോട്ടൻ്റെ ദുപ്പട്ടിയും വരുന്നുണ്ട്. അതുപോലെ 3 പീസിൻ്റെ ഈ ഒരു കളക്ഷനാണ് വരുന്നത്. അപ്പോൾ 500. ഇത് വരുന്നത് 599. ഇതിൻ്റെ റേറ്റ് ആണ് പറയണത് 599. വെച്ചാൽ ഈ 3 പീസിൻ്റെ കളക്ഷൻ്റെ റേറ്റ് 599. എന്നാൽ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 5. അത് തന്നെയാണ് 599. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. ഇതും കുഴപ്പമില്ലല്ലോ, നല്ല കളക്ഷൻ ആണല്ലോ. അത്യാവശ്യം വലിയ കുഴപ്പമില്ല. അത്യാവശ്യമല്ല, നല്ല എന്താ പറയുക കോട്ടൻ്റെ മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ടച്ച് ആൻഡ് ഫീൽ എന്നുള്ള സംഭവമാണ്. നേരിട്ട് തന്നെ വരുന്നത്. വേറെ ബ്രാഞ്ചസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, നമുക്ക് ഒരൊറ്റ ഷോപ്പേ ഉള്ളൂ, AS കുർത്തീസ് കായംകുളം. അതും റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് അധികം ദൂരമില്ല. നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷൻ, കായംകുളം പോലീസ് സ്റ്റേഷൻ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് വീഡിയോ കോൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് പിന്നെ ഈ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലല്ലോ കാര്യങ്ങൾ, വേറെ ഒന്നുമില്ല. നമ്മുടെ സ്ഥലത്തൊക്കെ പറയുമ്പോൾ പല സ്ഥലത്തും പല പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ അതാണ് ഈ ഒരു നാടിൻ്റെ പ്രത്യേകത. ഒരു കൊച്ചുണ്ണി, ഒരു പോലീസ് സ്റ്റേഷൻ, ഒരു റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ. ഇത് കോട്ടണിൽ തന്നെ നമുക്ക് 3 പീസിൻ്റെ കളക്ഷനാണ് വരുന്നത്. വിത്ത് ദുപ്പട്ട. ഇതൊക്കെ നല്ല എന്താ പറയുക പ്രീമിയം ക്വാളിറ്റി എന്ന് പറയില്ല, ആ ഒരു സംഭവമാണ്. പക്ഷെ എന്നാൽ റേറ്റ് അധികം ഇല്ല, നിസ്സാര റേറ്റ് ആണ്. റേറ്റ് നമുക്ക് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. ഇതിന് കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് പ്ലസ് സൈസിന്റെ റയോണിലാണ് വരുന്നിരിക്കുന്നത്. പ്ലസ് സൈസ് നമ്മൾ പ്ലസ് സൈസ് ഒന്നും കാണിച്ചില്ലല്ലോ. ഇല്ല. പ്ലസ് സൈസ് എന്ന് പറയുമ്പോൾ എത്ര സൈസ് വരെയൊക്കെ കിട്ടാം നമുക്ക്? XL, XXL, 3XL, 4XL. 4XL വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ 4XL പ്ലസ് സൈസ് കാര്യങ്ങളത് 4XL സൈസിന്റെ 2 പീസ് കുർത്തി സെറ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പൊ ഇത് റയോൺ ആണ് കേട്ടോ. ഇത് കറക്റ്റ് സൈസ് നോക്കിക്കോ.
ഇതിപ്പോ 44 ആണ് സൈസ് വരുന്നത്. അപ്പൊ റയോൺ ആണല്ലോ ഇത് വരുന്നത്. ക്ലോത്ത് വരുന്ന റയോൺ ആണ്, സൈഡ് ഓപ്പൺ ആണ് വരുന്നത്. നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു പ്ലസ് സൈസിന് വേണ്ടി. ഇത് പ്ലസ് സൈസിന് വേണ്ടിട്ട് ഇപ്പൊ ഈ 4XL സൈസ് അല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരു 6XL വരെ പറയുകയാണെങ്കിൽ ചെയ്തു തരും. കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. കസ്റ്റമർ ആവശ്യപ്പെടുവാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷെ അത് ബൾക്ക് ക്വാണ്ടിറ്റി ആവണം കേട്ടോ. ഒരു കാര്യത്തിന്റെ നിർബന്ധമാണ്. ഇതിന്റെ ആണോ ഫുള്ള്? ഇതിന്റെ തന്നെ നമുക്ക് പല പ്രിന്റിലായിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത്രയും ഈ ലോങ് ആയിട്ടിരിക്കുന്ന ഇത്രയും അതിന്റെ കളക്ഷൻസ്. ഇതും സെയിം റേറ്റിന് മാറ്റമില്ല, പ്രിന്റിന് മാത്രം മാറ്റമുള്ളൂ. പിന്നെ അതുപോലെ പ്ലസ് സൈസസ് ആണ് വരുന്നത്. പ്ലസ് സൈസ് ആകുമ്പോൾ റേറ്റ് ഒരു പൊടിക്ക് കൂടാ. എന്നാലും ഒരു എന്താ പറയാ, ഇവിടുത്തെ ലാസ്റ്റ് റേറ്റിനേക്കാളും മുകളിലേക്ക് എന്തായാലും പോവില്ല. 800 മുകളിൽ എന്തായാലും പോവില്ല, ആ കാര്യം ഉറപ്പാണ്. ഇത് നോക്കിയാൽ ഈ ഒരു പാറ്റേൺ ഇപ്പൊ എന്നല്ല കുറേ നാളായിട്ട് ട്രെൻഡിലാണ്. എന്നാൽ കുറെ കൊച്ചമ്മമാർ അല്ലെങ്കിൽ കുറെ റിച്ച് പിള്ളേരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സെമി ചന്തേരിക്കകത്ത് ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു ചെറിയ ഫ്ലീറ്റ്, വി നെക്ക്, ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത മെയിനായിട്ട് പറയാനുള്ളത്. 2 പീസിന്റെ കളക്ഷൻ ആണ് വരുന്നത് കേട്ടോ ഈ ഒരു സെറ്റ് അല്ലേ. ഇതല്ല നമ്മുടെ ഡെൽറ്റ അങ്ങോട്ട് പോയില്ലേ. ഇത് സെമി ചന്തേരി. സെമി ചന്തേരി ഡെൽറ്റയുടെ ഇവിടെ ഇരിപ്പുണ്ട്. ഡെൽറ്റയുടെ ഓക്കെ, ഡെൽറ്റയില് 2 പീസിന്റെ കളക്ഷൻ അല്ലേ. പിന്നെ ഈ കസ്റ്റമർ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എത്ര മണി തൊട്ട് എത്ര മണി വരെ വരണം? എങ്ങനെയാണ്? സൺഡേ ഓപ്പൺ ആണോ? സൺഡേ സീസൺ ടൈമിലൊക്കെ സൺഡേ നമ്മൾ ഓപ്പൺ ആണ്. പിന്നെ നമുക്ക് 9 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. 7 മണി വരെ ഉണ്ട് ഷോപ്പ് 7 മണി വരെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങളിപ്പോൾ ഒരു 6:30 നേരത്തെ എത്തണം എന്ന് വെച്ചാൽ ഒന്ന് മുൻകൂട്ടി വിളിച്ച് പറഞ്ഞാൽ മതി. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും. ഞങ്ങളത് ഓൺ ദി വേ ആണെന്ന് പറയുകയാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കും. പക്ഷെ വിളിച്ച് പറയണം കേട്ടോ മുൻകൂട്ടി. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അയ്യോ 8 മണിയായി കട പൂട്ടി, അങ്ങനെയല്ല 7 മണി വരെ ഉള്ളൂ. അപ്പം മുൻകൂട്ടി വിളിച്ച് പറഞ്ഞാൽ, കാരണം കായംകുളം എന്ന് പറയുന്നത് ഒരു നാട്ടുപ്രദേശം പോലെ തന്നെയല്ല, നമ്മുടെ വലിയ സിറ്റി ഒന്നും. എന്നാൽ സിറ്റിയാണ് നമ്മൾ നിൽക്കണോടത്ത് സിറ്റി പോലെ അല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ ഹോൾസെയിലിന് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സെക്ഷൻ. 800 രൂപയുടെ ഉള്ളിൽ ഇത്രയും അധികം കളക്ഷൻസ് കിട്ടാന്ന് പറയുമ്പോൾ. ഇതിന് 299 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ഇതിന്റെ റേറ്റ് ആണ് പറഞ്ഞത് 299? അതെ, ഇതിന്റെ റേറ്റ് ആണ് 299. അതും 2 പീസ് കളക്ഷൻ ആണ് കിട്ടുന്നത്. കോട്ട് സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 2 പീസ് സെയിം ഒരു മെറ്റീരിയൽ തന്നെയാണ് പാൻറ്റും വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇതിന്റെ കളക്ഷൻസ് കളേഴ്സ്. ഇതൊരു ജാതി പച്ച, ഒരു ബോട്ടൽ പച്ചാട്ടോ, പക്ഷെ നല്ല പ്രിന്റ് നന്നായിട്ടുണ്ട്. ഇതല്ലേ, ഇത് പ്രിന്റ് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് വെറും 299 2 പീസ് കളക്ഷൻ വിത്ത് ലൈനിങ് പ്രത്യേകം നമ്മൾ പറയാം. അത് പ്രത്യേകം പറയണം. അപ്പൊ ഞാൻ പറയൂല, വേണമെങ്കിൽ പറഞ്ഞോ. വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. അതും 299. അത് ഉറപ്പോട് കൂടിയിട്ട് നമ്മൾ തെളിവ് കാണിച്ചു തരാണ്. അതാ വിത്ത് ലൈനിങ് 2 പീസ് കളക്ഷൻ വെറും 299 കേട്ടോ ഈ ഒരു കളക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി ഇത് പിടിക്കേ, ഇങ്ങനെ വെറുതെ നടക്കണ്ട. പറ. ഇത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഒരു ഫ്ലോറൽ ഡിസൈനോട് കൂടി വരുന്ന ഒരു ഐറ്റം ആണ്. മിക്കതും ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ പാൻറ് വരുന്നത്. സാധാരണ സാൻറ്റൂൺ പാൻറ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാൻറ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ കോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് അങ്ങനെയല്ല. സെയിം പോക്കറ്റ് ഉണ്ട് ബോട്ടത്തിന്. ഒരു 1 സൈഡ് പോക്കറ്റും വരുന്നുണ്ട് അല്ലേ. ഓക്കെ, 1 സൈഡ് പോക്കറ്റും വരും. പിന്നെ ഇത് വരുന്നത് നമുക്ക് വാട്ടിക്കലില്. ഇതിന്റെ ട്രെൻഡ് എപ്പോഴും ഉണ്ട് അല്ലേ. ഇത് എത്ര നാളെ ഇപ്പോൾ ഒരു 1.5 വർഷത്തോളം എന്തായിട്ട് ആയിട്ടുണ്ടാവും. ഇത് കൂടുതൽ പ്ലെയിനും അതുപോലെ തന്നെ പ്രിന്റിലാണ്, ബിഗ് പ്രിന്റിലാണ് മെയിൻ ആയിട്ട് വരുന്നത്. കോട്ട് സെറ്റ് അല്ലേ. സ്ലീവ്ലെസ് ആണ്. സ്ലീവ് അകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഇത് കോളറാണ് വരുന്നത്. മിക്കതും ഇത് സ്ലീവ്ലെസ് ഇങ്ങനെ ഇടാൻ തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ വേണമെങ്കിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് അറ്റാച്ച് ചെയ്യാതെ അതിൻ്റെ ഭംഗി പോയി. ഇതിങ്ങനെ തന്നെ ഇട്ടാൽ മതി അല്ലേ. സൂപ്പറാണ്. ഇതിങ്ങനെ തന്നെ ഇട്ടാൽ അടിപൊളിയാണ്. ഞാൻ ഇതിന് ഒരു നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് മാത്രമല്ല, ഈ ഒരു തുണി പിടിക്കാൻ നല്ല സുഖമുണ്ടേ. അപ്പൊ ഉടുക്കാൻ എന്തോ ഒരു സുഖം ഉണ്ടാവും അല്ലേ. നല്ല പ്ലെയിൻ ആണ് ബോട്ടം വരുന്നത്. ഇത് പ്ലെയിൻ ബോട്ടം തന്നെയല്ല കേട്ടോ. രണ്ടായാലും പാൻറ് ആയാലും അതുപോലെ തന്നെ ഇതിന്റെ ക്ലോത്ത് ആയാലും പിടിക്കാൻ ഭയങ്കര സോഫ്റ്റ് ആണ്. പിന്നെ ഈ കാണുന്നത് ഒരു ചെറിയ ചെറിയ പോൾക്ക ഡോട്ട്സ്. ഇതിന്റെ കളേഴ്സ് ഒന്നും എനിക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. ലൈറ്റ് പിങ്ക് ഉണ്ട്, ഡാർക്ക് പിങ്ക് ഉണ്ട്. ഏകദേശം തീർന്നു തുടങ്ങിയില്ലേ ഇതിന്റെ കളേഴ്സ്. ഏകദേശം തീർന്നു തുടങ്ങി. ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇടുമ്പോഴേക്കും ഇതിന്റെ കളേഴ്സ് ചിലപ്പോൾ കഴിയാൻ സാധ്യതയുണ്ട്. വേറെ പ്രൊഡക്ഷന് കുറെ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നിങ്ങൾ വന്നാൽ കിട്ടി പോയാ പോയി, അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ച് വന്നോളൂ. എന്തായാലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കും അല്ലേ. ഓക്കെ. പിന്നെ അടുത്തത് ഡെൽറ്റാര. ഇതിന്റെ റേറ്റ് എന്തായാലും എനിക്ക് കേൾക്കണം. ഇതും 299 ആണ്. A-line ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാ വരുന്നത്. അതും 2 പീസ്, സിംഗിൾ അല്ല 2 പീസ് കേട്ടോ. അപ്പൊ 299 2 പീസ്. അതും നേരത്തെ കാണിച്ച സ്ട്രേറ്റ് ആയിരുന്നു. സ്ട്രേറ്റ് ആയിരുന്നു. അപ്പൊ അതിനും 299 ഇതിനും 299. ഡെൽറ്റയുടെ മെറ്റീരിയൽ തന്നെയാണ്, ലൈനിങ്ങോട് കൂടി തന്നെയാണ്. ലൈനിങ്ങിന് ഒരു കോംപ്രമൈസ് ഇല്ല. ഇതിന് തുണി ഇത്തിരി കൂടുന്നു മാത്രം, എന്നാലും നമ്മൾ കാശ് കൂട്ടിയിട്ടില്ല അല്ലേ. സെയിം പ്രൈസിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതും വട്ടിക്കലില് കത്തിക്കാൻ പറയും.
വത്തിക്കാനിലാണ് വരുന്നത്. സൈഡ് ഓപ്പൺ ആണ്. ആ പ്ലെയിൻ ബോട്ടം ആണ് വരുന്നത്. വൺ സൈഡ് പോക്കറ്റ്. വൺ സൈഡ് പോക്കറ്റ് കൂടിയിട്ട് ഇതിൻ്റെ ആ ഒരു ഫ്ലോയും ഈ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാം അത്രയും നല്ല മെറ്റീരിയൽ. വാട്ടിക്കെന്ന് പറയുമ്പോൾ പിന്നെ പറയണല്ലോ, ഇത് അത്യാവശ്യം എന്നുവെച്ചാൽ ഇത് ഇറങ്ങിയ സമയത്തെന്ന് പറയുമ്പോൾ ഭയങ്കര ഇങ്ങനെ ഫാസ്റ്റ് ട്രെയിൻ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പോഴും അതിനൊരു കുറവില്ല. ഇപ്പോഴും ഈ ഒരു മെറ്റീരിയൽ നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. ശരിക്കും എൻക്വയറി ഉണ്ട് ഇല്ലേ, നല്ല എൻക്വയറി ആണ് ആ ഒരു സംഭവത്തിന്. ഇതെന്താ സംഭവം? വത്തിക്കാൻ്റെ അകത്ത് തന്നെ പ്ലെയിൻ്റെ അകത്ത് ത്രെഡ് വർക്ക് ചെയ്തിരിക്കുക. ഇതൊക്കെ നിങ്ങൾ ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണോ? അതെ അതെ, നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. ഞാൻ വിചാരിച്ച സ്റ്റിച്ചിങ് മാത്രം. സ്റ്റിച്ചിങ് അല്ല, ഹാൻഡ് വർക്ക് ആയാലും ത്രെഡ് വർക്ക് ആയാലും എല്ലാതും ഇവർ ഓൺ ചെയ്യിപ്പിച്ചെടുക്കണം തന്നെയാണ് കേട്ടോ. ഇതും 2 പീസിന്റെ കളക്ഷൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ സിംഗിൾ കുർത്തി 2 പീസ് നമ്മൾ കണ്ടു, കോട്ട് സെറ്റ് കണ്ടു, പിന്നെ അടിപൊളി ചന്തേരി സിൽക്ക് ആണ്, സെമി ചന്തേരി. അത് പിടിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. പിന്നെ ആ ഒരു എന്താ പറയുക ലൈറ്റ് ഷെയ്ഡും കൂടിയാണ് അത് ഞാൻ പിടിച്ചിരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ളതൊന്നും ലൈറ്റ് അല്ല, ബാക്കിയുള്ളതൊക്കെ നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് ഇത് വരുന്നത്. കണ്ടോ, എല്ലാതും നല്ല ഡാർക്ക് ഷെയ്ഡിൽ. അതെന്ന് വെച്ചാൽ നല്ലൊരു ഓഫ് വൈറ്റിലാണ് പിന്നെയുള്ളത്. ഇതാ ഇത് പ്രിന്റ് ആണ് അല്ലേ? ശരിക്കും ആ ഒരു ഫാബ്രിക് പെയിന്റ് ആണ് വരുന്നത്. പോവില്ല അല്ലേ? ആ, ഞാനിത് എംബ്രോയിഡറി ചെയ്ത പോലെ ഒരു ഫീലിംഗ്. പക്ഷെ ഫ്രണ്ട് മാത്രമല്ല കേട്ടോ, ബാക്ക് സൈഡിലും ആ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട്. ബാക്ക് ആൻഡ് ഫ്രണ്ട് സെയിം ആ ഒരു വർക്ക്. പിന്നെ പലാസോ ടൈപ്പ് ആണ് അല്ലേ പാൻറ്? അല്ല നോർമൽ. നോർമൽ പാൻറ് ഇങ്ങനെയാണ് ഇതിന്റെ. കുറേ ഉണ്ടോ കാണിക്കുക. ഇത് എന്തോരോ എവിടെ നിന്ന് എടുത്ത് കാണിക്കുക, ആകെ ഒരു കൺഫ്യൂഷനാണ്. ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ, നമ്മളിങ്ങനെ ഭംഗിയിലൊന്നുമല്ലല്ലോ വയ്ക്കുക. ഒക്കെ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ നിരന്നിങ്ങനെ വയ്ക്കില്ലല്ലേ പരിപാടി. ഇനി ഇവിടെ എന്താ? ജോർജറ്റിന്റെ ഹാൻഡ് വർക്കിൽ ഇതാ ഫ്ലീറ്റ് വർക്കോട് കൂടിയിട്ട് അല്ലേ വരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നല്ല നല്ല ഷെയ്ഡുകളുണ്ട്. റെസ്റ്റോറൻറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, മെഹന്തി ഗ്രീൻ ഉണ്ട്, പിന്നെ കിളിപ്പച്ചയാ. അതിനെ കിളിപ്പച്ച എന്ന് പറയാ. ആ പച്ചക്ക് എന്ത് പച്ച ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരു പച്ച അവിടെ ഉണ്ട്. ആ പച്ച ഏതാണെന്ന് ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കുക. ടെൻഷൻ അടിക്കേണ്ട, ആലോചിക്കേണ്ട ഇത്ര. ആ പച്ച എന്ന് പറഞ്ഞപ്പോ ആ പച്ച വീണ്ടും കൊണ്ടുണ്ട്. ഇത് എന്ത് സംഭവം? ഗൗൺ മോഡലാണ്. ഉള്ളിലുണ്ട് വേണമെങ്കിൽ അറ്റാച്ച്. സ്ലീവ് എങ്ങനെയാ? 3/4 സ്ലീവ് വെച്ചിരിക്കുന്നത്. 3/4. അത് പ്ലെയിൻ ആണോ? പ്ലെയിൻ സ്ലീവ്. നമുക്ക് ഈ ഒരു പോർഷനിലാണ് കേട്ടോ വർക്ക് വന്നിരിക്കുന്നത്. ബെൽറ്റ് ഇട്ട പോലെ അല്ലേ? അതെ അതെ, ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇത് ഇടുമ്പോൾ കിട്ടുന്നത്. പിന്നെ വർക്ക് ഉണ്ട് കേട്ടോ. ഈ ഒരു നെക്കിന്റെ പോർഷൻ നോക്കി കഴിഞ്ഞാൽ ഇവിടെ വർക്ക് വരുന്നുണ്ട്. ബാക്കിൽ ഇങ്ങനെ സിബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗൗൺ ആണെങ്കിലും വേറെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായി കളക്ഷൻ. ഒരെണ്ണം ഇടിപ്പിച്ച് നോക്കണം. അതെന്നല്ല നിങ്ങളെ ഇടിപ്പിക്കണത്. അങ്ങനെ. ആ, പിന്നെ ഇത് ബ്ലാക്ക്. ബ്ലാക്ക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, എപ്പോഴും നല്ലൊരു ഷെയ്ഡാണ്. അതൊരു ഫുൾ വർക്കോട് കൂടിയിട്ട്. ഇങ്ങോട്ട് വാ, ഇതിനെ കുറിച്ച് പറ. ഇതൊരു ഫ്രോക്കാണ്, ജോർജറ്റ് ആണ് മെറ്റീരിയൽ. പഫ് സ്ലീവോട് കൂടിയാണ് വന്നിരിക്കുന്നത്. നോർമലി ഇപ്പൊ നേരത്തെ ഇട്ട ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഫ്രോക്ക് മോഡൽ തന്നെ ഇത് ജോർജറ്റിൽ ഹാൻഡ് വർക്ക് ആണെന്ന് മാത്രം. ഇതിന്റെ കളേഴ്സ് ഒക്കെ നോക്കി. ഈ കളർ കണ്ടോ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നാൽ ബ്ലാക്ക് വിടാനും തോന്നില്ല. എല്ലാം നല്ല നല്ല ഷെയ്ഡുകളാണ് ഒക്കെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ബ്ലൂ ആയാലും റെസ്റ്റോറൻറ്റ് ആയാലും പർപ്പിൾ ആയാലും പിങ്ക് ആയാലും എല്ലാതും നല്ല നല്ല ഷെയ്ഡുകളാണ്. ഇതൊരു ഏലൈനാണ്. ഷെയ്ഡ് മാത്രമല്ല കേട്ടോ, ഇതിന്റെ വർക്കും കൂടി നന്നായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു എന്താ പറയുക, പീകോക്ക് ഷെയ്ഡിലുള്ള ആ ഒരു മുത്തുകളൊക്കെ വെച്ചിട്ട് നല്ല വർക്കോട് കൂടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിലും കളേഴ്സ് ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതേ കളേഴ്സ് 1 2 3 4 5 6 7 8 9 10 കളർ ഏകദേശം. ഇതിൽ 10 ഷെയ്ഡ്സ് വരുന്നുണ്ട്. നല്ല നല്ല ഷെയ്ഡുകൾ. അപ്പോൾ അതിന്റെ വർക്കൊക്കെ കണ്ടില്ലേ? ഇനി ഇത് നോക്കിയേ, ഇത് ഹാൻഡ് വർക്കാണ് കൂടുതലും തോന്നുന്നു അല്ലേ? ഹാൻഡ് വർക്കാണ് നന്നായിട്ട് ആൾക്കാർ കൂടുതൽ മേടിച്ചു പോകുന്നത് അല്ലേ? പിന്നെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത്? നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത് തമിഴ്നാട്ടിൽ നിന്നാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവിടെ തന്നെയാണോ കൂടുതൽ വരുന്നത്? അതെ, കേരളത്തിൽ നിന്നില്ലേ? കേരളത്തിൽ നിന്നുണ്ട്, എങ്കിലും കൂടുതലെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് തമിഴ്നാടാണ്. അപ്പം അങ്ങനെ അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ട് കേട്ടോ, ഇല്ലാന്നില്ല. ഓക്കെ, ഇത് നോക്കിയാൽ റെസ്റ്റോറൻറ്റിൽ തന്നെ നമുക്ക് നെക്ക് പോർഷനിലാണ് വർക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ലീവിലും ഇതുപോലെ ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകട്ടെ. ചിലതിൻ്റെ ഒക്കെ റേറ്റ് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ ഒക്കെ എന്ന് പറയുമ്പോൾ അധികമൊന്നും ഉണ്ടാവില്ല അല്ലേ? ഏകദേശം ഒരു 400 റേറ്റിൻ്റെ അകത്ത് 400-500 ആ ഒരു റേഞ്ച്. നമ്മൾ ചിലതെന്ന് പറയുമ്പോൾ റേറ്റ് പറഞ്ഞത് ചിലതിൻ്റെ റേറ്റ് പറയാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ കച്ചവടക്കാരായതുകൊണ്ട് നമ്മളിത് ചിലത് പറയുമ്പോൾ അവർക്ക് മാർജിൻ ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് എൻക്വയറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. പറയൂ. എല്ലാവരും ഓൺലൈൻ ചെയ്യുന്നതല്ലേ, അപ്പോൾ നമുക്ക് റേറ്റ് ഇത്രയും പബ്ലിക്കായിട്ട് പറയുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് പറയാത്തത്. എന്നാലും ചിലതിൻ്റെ ഒരു ഹിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ കുർത്തി ആകുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 199. 2 പീസ് ആകുമ്പോൾ
299. 3 പീസ് ആകുമ്പോൾ 3 പീസ് ആകുമ്പോൾ 599 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്. പിന്നെ കോഡ് സെറ്റ് വരുമ്പോൾ നമുക്ക് 299 തന്നെ. അതെ അതെ 299. അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു സ്റ്റാർട്ടിങ് റേറ്റ്. പിന്നെ ചിലതിൻ്റെ നമ്മൾ ഇത് തന്നെയാണ് റേറ്റ് എന്ന് എടുത്ത് പറഞ്ഞിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ജോർജറ്റിലെ എ ലൈനിൽ ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ്. അതെ, ജോർജറ്റ് എ ലൈൻ ആണ്. ഈ യോക്ക് പ്ലീറ്റിൻ്റെ താഴെയായിട്ട് കുറച്ച് പ്ലീറ്റഡ് ഉള്ളൂ. ബാക്ക് എ ലൈൻ തന്നെയാണ് വരുന്നത്. അങ്ങനെ. അപ്പോൾ അത്യാവശ്യം ഇതിലും തുണി കയറിയിട്ടുണ്ട്. അതെ അതെ. ഇത് ഞാൻ ആ ഒരു ബ്ലാക്ക് എടുക്കണം എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചത്. കാരണം ആ ബ്ലാക്ക് കണ്ടപ്പോൾ എനിക്ക് എടുക്കണം എന്ന് തോന്നി. സൈസ് സ്ലിറ്റ് ആണ്. L2 3XL ആണ് സൈസ് വരുന്നത്. എനിക്ക് സൈസോ അല്ലാണ്ട് തുണിയൊന്നല്ല എനിക്ക് പറയാനുള്ളത്. ആ ബ്ലാക്ക് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് വന്നപ്പോൾ തന്നെ ഫ്ലാറ്റ് ആയി. വേറെ ഒന്നുമില്ല. സാധാരണ ഒന്നില്ലെങ്കിൽ ഗോൾഡൻ അല്ലെങ്കിൽ സിൽവർ അല്ലെങ്കിൽ റെയിൻബോ അങ്ങനത്തെ ഷെയ്ഡുകളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് രസമായിട്ടുണ്ട്. എനിക്ക് വേണ്ടി ട്രൈ ചെയ്യണോ വേണ്ടി ഇങ്ങനെ ആലോചിച്ച് നിൽക്കണം. അടിപൊളി മഞ്ഞ വന്നിട്ടുണ്ടല്ലോ. മഞ്ഞയ്ക്ക് നമ്മളിങ്ങനെ ഒരു ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതാ ഒരു കോൺട്രാസ്റ്റ് പോലെയാണ് കേട്ടോ. കോൺട്രാസ്റ്റ് പറഞ്ഞാന്ന് വെച്ചാൽ ഒരു റെയിൻബോ ഷെയ്ഡില്ല അങ്ങനെ ഒരു വന്നു. ഇത് പൊളിച്ചു. സിൽവർ കളർ മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ വർക്ക് നോക്കിയേ, അടിപൊളി വർക്ക് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള. അതെ, ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇനി തുറന്ന് കാണുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വലിയ കുഴപ്പമില്ല, നല്ല രസമായിട്ടുണ്ട്. സൂപ്പറാണ്. ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതിന്. പിന്നെ കളറിനും പ്രത്യേകതയുണ്ട്. പിന്നെ ഇതൊക്കെ പിന്നെ നമ്മൾ നോർമൽ കാണുന്നത് തന്നെ. പക്ഷെ എല്ലാ കടയിൽ കണ്ടാലും റേറ്റിനൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഇവിടെ ഇത്തിരി കുറവുണ്ട്. മാറ്റം ഉണ്ടാവും. അല്ല, നമ്മൾ ഒരുവിധം മിക്ക കടകളിൽ ചിലപ്പോൾ കണ്ട ഐറ്റം തന്നെ ആയിരിക്കും. പക്ഷെ നമുക്കിപ്പോൾ ഹോൾസെയിൽ വന്ന് എടുക്കുന്ന കസ്റ്റമേഴ്സ് നമ്മളോട് പറയാറുണ്ട്, മറ്റുള്ള കടകളിലെ അപേക്ഷിച്ച് 10 രൂപ ഞങ്ങൾക്ക് AC കുറവാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് സൂപ്പർ വർക്ക് ഉണ്ടോ? ചെറിയ ജുവൽ നെക്ക് പാറ്റേൺ ആണ്. ജുവൽ നെക്കൊക്കെ പാറ്റേൺ പോയി. പക്ഷെ ഇപ്പോഴും ചോദിച്ചു വരുന്നുണ്ട് അല്ലേ, കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്നുണ്ട്. അപ്പൊ ജുവൽ പാറ്റേൺ അല്ല എനിക്ക് പറയാനുള്ളത്. മെയിനായിട്ട് ആ ഒരു വർക്കാണ് എനിക്ക് ഇഷ്ടമായത് കേട്ടോ. ആ വർക്കിന് അത്യാവശ്യം ഉണ്ട്. പിന്നെ ഇത് നോക്കിയേ, ഇതും പ്ലെയിൻ ജോർജറ്റിന്റെ അകത്ത് സ്ലീവ് മാത്രം വർക്ക് ഒരു സിമ്പിളായിട്ട് ഇങ്ങനെ മാത്രം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നെക്ലസ് വേണമെങ്കിൽ ഇടുന്നവർക്ക് ഇടാം. ഇനിയിപ്പോൾ നെക്ലസ് ഇട്ട് കഴിഞ്ഞാൽ കാണില്ല എന്നുള്ളൊരു പ്രശ്നം വേണ്ട അല്ലേ. അപ്പം അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെന്താ സംഭവം? അതൊരു പ്ലെയിൻ ടോപ്പിന്റെ അകത്ത് അജ്രക്കിന്റെ പാച്ച് വെച്ചിരിക്കുന്ന കോളറിനേക്കും സ്ലീവിലുമായിട്ട്. സാധാരണ ഇങ്ങനെ ആരും ചെയ്യാറില്ല. സാധാരണ പാച്ച് വർക്ക് ഇങ്ങനെ നെക്ക് പോർഷനിലാണ് വരാറ്. പക്ഷെ ഇത് നമുക്ക് ആ ഒരു കോളറിലാണ് ആ ഒരു പാച്ച് വർക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്ലീവ് പോർഷനിലും വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അടിപൊളി. പിന്നെ ഇത് ആസ് യൂഷ്വൽ നമ്മളെല്ലായിടത്തും കാണുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ സീക്വൻസ് ഞാൻ പറഞ്ഞത് വരുന്നത് വെച്ചാൽ റേറ്റിന് ചെറിയ മാറ്റം എന്തായാലും ഉണ്ടാവും. ആ റേറ്റും നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയായിട്ട് പർച്ചേസ് ചെയ്യുക. ഓൺലൈൻ വേണമെങ്കിൽ ഓൺലൈൻ, അല്ലെങ്കിൽ നേരിട്ട് വരണമെങ്കിൽ നേരിട്ട് വരാം. പറയൂ. ഇത് റയോൺ ആണ്. 199 ആണ് പ്രൈസ് വരുന്നത്. ഇതിനാ 199 കുർത്തി കണ്ടുപിടിച്ചേ. ഇത്ര നേരം ഞാൻ അത് അന്വേഷിച്ച് നടക്കുന്നത്. എവിടെ പോയി വേറെ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇരിക്കണത് എല്ലാതും 199. ചിലതൊക്കെ അതെ. ഇത് 199, ഇത് 199 അങ്ങനെ. അപ്പൊ സോഫ്റ്റ് ക്ലോത്ത് ആണ്. ഇത് 199 കുഴപ്പമില്ല കേട്ടോ. ക്ലോത്ത് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി സൂം ചെയ്യാം. കണ്ടോ, നല്ല തുണിയാണ്, നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ ആ 199 ചില സ്ഥലത്തൊക്കെ കൂതറ കിട്ടുന്ന സാധനം ഒന്നല്ല ഇത്. അത്യാവശ്യമല്ല, അടിപൊളിയാണ് കേട്ടോ. ഇത് രസമുണ്ട് പിടിക്കാൻ. മാത്രമല്ല 199 ഫ്രോക്കും കൂടെ ഉണ്ട് ഡെൽറ്റയ്ക്ക്. ഇതും 199. അതെ അതെ, ഇതും 199. ഇതും 199. ഓഹോ, അടിപൊളി. മൊത്തത്തിൽ 199 കുർത്തി. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഇത് ഹക്കോബയിൽ ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഹക്കോബയിലാണ് കേട്ടോ വരുന്നത്. അതിന്റെ ആണോ ഈ കളക്ഷൻസ് ആണ്? ഈ ഹക്കോബേര മാത്രമാണ് കേട്ടോ ഇരിക്കുന്നത്. ഇപ്പൊ ഈ ഹക്കോബയില് ഇവിടെ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള സംഭവമാണ് യോക്കില് ഈ മൊത്തം ഇരിക്കുന്നത്. ഇനി അതിന്റെ നമുക്ക് പ്ലെയിൻ വേണമെന്ന് വെച്ചാൽ ഇരിക്കുന്നത് മൊത്തം അതിന്റെ പ്ലെയിൻ ആണ് ഹക്കോബയിൽ വരുന്നത്. സ്ട്രേറ്റ് ഫിറ്റിലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പൊ ഹക്കോബയില് പ്ലെയിൻ വേണോ, അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ ത്രെഡ് പ്ലെയിൻ വേണമെങ്കിൽ പ്ലെയിനിലും അങ്ങനെ 2 രീതിയിലുണ്ട്. എ ലൈനും ഉണ്ട്, സ്ട്രേറ്റ് ഫിറ്റും വരുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഇതിന്റെ ഒരു ഓഫ് വൈറ്റും കൂടി എടുത്തോ. അത് കാണാൻ രസമുണ്ട് കേട്ടോ. ഓഫ് വൈറ്റിൽ ആ ഒരു നെക്കിൽ ഇങ്ങനെ വർക്ക് വരുമ്പോഴേ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. ആ ഒരു നെക്കിൻ്റെ വർക്ക് ത്രെഡ് വർക്കാണ്. രസമായിട്ടുണ്ട് കാണാനായിട്ട്. എന്ന് വെച്ചാൽ ഫിനിഷിങ് അടിപൊളിയാണ്. നെക്കിൻ്റെ വർക്കിൻ്റെ കാര്യമാണ് കേട്ടോ പറയണത്. ഫിനിഷിങ് നന്നായിട്ടുണ്ട്. പിന്നെ
ഇതൊരു സെമി ജൂട്ടാണ് മെറ്റീരിയൽ വരുന്നത്. അവിടെ ഫോട്ടോഷൂട്ട് നടക്കണ്ടായിരുന്നു, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകണ്ടായിരുന്നു. അതും കൂടി ഒന്നും ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചാൽ ഡ്രസ്സ് മാറാൻ പോയിന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഫോട്ടോഷൂട്ട് സെക്ഷനും ഇവിടെ നടക്കുന്നുണ്ട്, മോഡലിംഗ്. പിന്നെ ഇടയ്ക്ക് വരാണെങ്കിൽ ഒന്ന് നോക്കിക്കോട്ടെ, ഞാൻ നേരം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണം. ഇത് പറഞ്ഞ സെമി ജൂട്ടിൻ്റെ അകത്ത് സൈഡ് സ്ലിറ്റ് വരുന്ന ഒരു ഐറ്റമാണ്, ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വർക്ക്. അപ്പോൾ അടുത്തത് കോട്ടൺ ആണ് മെറ്റീരിയൽ, സൈഡ് ഓപ്പൺ ആണ്. ഇത് ലൈനിങ്ങോട് കൂടിയിട്ടാ? ലൈനിങ് ഉണ്ട്. ലൈനിങ് ഇല്ലാത്ത ഒരു സംഭവം ഇല്ല അല്ലേ? ഇല്ലില്ല. നമുക്ക് എല്ലാത്തിനും ലൈനിങ് വരുന്നുണ്ട്, മിക്കതിനും ലൈനിങ് ഉണ്ടാവും കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കോട്ടൺ, നല്ല ജയ്പൂരി കോട്ടൺ, ആ ഒരു സിക്സാക്ട് പാറ്റേൺ എന്ന് പറയുമ്പോൾ അതും കാലകാലം എപ്പോഴും ട്രെൻഡാണ്. നമുക്ക് ഈ കാഞ്ചീപുരം സാരി പോലെയാണ്, എന്താ പറയുക, ജനിച്ചപ്പോൾ തൊട്ട് മരണം വരെ നമ്മൾ ഈ കാഞ്ചീപുരം സാരി കേൾക്കില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ് ഈ ഒരു കോട്ടൻ്റെ ആ ഒരു സിക്സാക്ട് പാറ്റേൺ. ഇനി ഇത് വിചിത്ര സിൽക്കാണ് വരുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ. വിചിത്ര ആയാലും നല്ല ലൈറ്റ് വെയിറ്റിൽ യോക്കിങ്ങനെ ഒരു മിറർ വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഇതും വിചിത്ര പോലെ അല്ല വാട്ടിക്കൻ. പിടിച്ചപ്പോൾ രണ്ടും ആ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്തു. അതാണ് ആ ഒരു ക്ലോത്തുകൾ തമ്മിലുള്ളൊരു അതെ സോഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇത് വാട്ടിക്കനിലെ വീനെക്കാണ് ഇത് വരുന്നത് കേട്ടോ. യോക്കിൽ ഇങ്ങനെ വർക്ക്, ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ആണ് ഇത് വന്നിരിക്കുന്നത്. ഇത് പ്ലെയിൻ വിചിത്ര സിൽക്കിൻ്റെ അകത്ത് അജ്രക്ക് പാച്ചിൻ്റെ അകത്ത് ഹെവി വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത്. അപ്പോൾ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഉള്ള കളേഴ്സ് എന്ന് പറയുമ്പോൾ മൂവിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് അല്ലേ. അങ്ങനെ പൂവില് അങ്ങനത്തെ ഷെയ്ഡുകളല്ല, ഉള്ള ഷെയ്ഡുകളൊക്കെ നല്ല നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് അനുസരിച്ചുള്ള സംഭവങ്ങളാണ് കൂടുതൽ വെച്ചിരിക്കുന്നത് അല്ലേ. ഇത് നോക്കിയാൽ നല്ല മാമ്പഴം, നമ്മുടെ സ്ലബ് കോട്ടൻ്റെ അകത്ത് വരുന്ന ഒരു ഐറ്റം ആണ് ഇത്. യോക്കിൽ ഇങ്ങനെ ഒരു ഗോൾഡിന്റെ പ്ലസ് സൈസ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജോർജറ്റിൽ ഇതേപോലത്തെ ഒരു വർക്ക് അങ്ങോട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് പക്ഷെ വീനക്കല്ല, ഇങ്ങനെ റൗണ്ടിലായിട്ട് വന്നത് അല്ലേ, ഫ്ലീറ്റ് വന്നത്. നല്ല ഐറ്റം ആയിരുന്നു അല്ലേ. അത് നല്ല ഐറ്റം ആയിരുന്നു. ഇവർക്ക് നല്ല എൻക്വയറീസ് ഉണ്ടായിരുന്നു. എന്നാൽ മറ്റുള്ളതിന് എൻക്വയറീസ് ഇല്ലാന്നല്ല, അതിന് കുറച്ചുകൂടി കൂടുതൽ വേറി ചെയ്തത് കൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ്. അതാണ് നമ്മൾ ഇട്ട് കാണിക്കുമ്പോൾ ഒരു ഭംഗിയില്ല. ഇട്ടതിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇട്ടതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, ഇതിനെ കുറിച്ചൊന്ന് പറയൂ. ഇത് നമ്മുടെ സ്ലബ് കോട്ടന് വരുന്ന ഒരു 2 പീസ് ആണ്, വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. വൺ സൈഡ് പോക്കറ്റ് ഉണ്ട്, പിന്നെ ചെക്സ് ആണ് ബോഡി ഫുള്ള്. എന്നാ ചെക്ക് അല്ലാത്തത് കൂടെ പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട്, ബൂട്ടായിട്ട്. എന്നുവെച്ചാൽ ഇതില് ആ ഒരു ലൈൻസ് ചെക്ക് ഉണ്ടാവില്ല, അതിൽ ബൂട്ട വർക്ക് ഇപ്പൊ ഈ കാണിക്കുന്നതും ഈ ഒരു നെക്കിന്റെ വർക്ക് ഉള്ളത് അത് രണ്ടും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ സംഭവം അതെ, നേരത്തെ പറഞ്ഞ ആ ഒരു ഗൗണിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇട്ടുമ്പോ അതെ ഇതന്നെ സാധനം. ഒന്ന് അടുത്തേക്ക് വരൂ, നമുക്ക് എന്തായാലും അതൊരു കണ്ടിട്ട് പോവാം. ഇടുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്, ഇതൊന്ന് കണ്ടിട്ട് പോവാം. എന്തായാലും അവിടെ നടക്കട്ടെ. ഫോട്ടോ എടുത്തോ, ഞങ്ങളൊന്നും തടസ്സപ്പെടുത്താനും ഇല്ല, ഒന്നിനും ഇല്ല. കണ്ട ഈ ഒരു സാധനം ഞാൻ കയ്യിൽ പിടിച്ചപ്പോൾ ഭംഗിയുണ്ടായില്ലല്ലോ, പക്ഷേ ഇത് ഇട്ട് വന്നപ്പോൾ ഒരു ഭംഗി നോക്കിയേ, അതാണ് അതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. എന്നാൽ റേറ്റും അധികമില്ല, നിസ്സാര ഒരു റേറ്റ്. ഞാൻ ഇങ്ങനെ കാണുമ്പോൾ സത്യം പറയാം, ഇത്രയ്ക്കും ഭംഗി ഉണ്ടാവും ഇടുമ്പോൾ എന്നുള്ള ഒരു ഫീലേ ഉണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ മോഡലിംഗ് കുട്ടിയാണ് അല്ലേ, എന്താ പേര്? കൃപ. ഹീലിട്ടൊന്നും കേട്ടോ ഇത്ര ഹൈറ്റ് തോന്നിക്കണേ, എൻ്റെ അത്രയ്ക്കൊക്കെ ഉള്ളൂ ഹൈറ്റ്, എൻ്റെ മോശമാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ ഒരു സംഭവമാണ് കയ്യിൽ പിടിച്ചിരിക്കണത് ഇന്നും തമ്മിലുള്ള വ്യത്യാസം. അതേപോലത്തെ ഐറ്റം തന്നെ അവിടെയുള്ള എല്ലാതും. അപ്പോൾ ഇവരെ ഇൻസ്റ്റാ പേജിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഈ കുട്ടി തന്നെ ഓരോ ഡ്രസ്സുകൾ ഇങ്ങനെ ഇട്ടിട്ട് കാണിച്ച് തരുന്നതായിരിക്കും അല്ലേ. ഓക്കെ, അടിപൊളി, താങ്ക് യു. ഇനി നമുക്ക് നമ്മുടെ അടുത്തേക്ക് പിടിക്കാം അല്ലേ, അടുത്ത സെക്ഷൻ നോക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് പിടിക്കാമല്ലോ, ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് ഇവിടുന്ന് പിടിക്കാം. ഇവിടെ എവിടെയാത്തോ നോക്കാം, ഒരെണ്ണം ഇവിടുന്ന് അങ്ങോട്ട് പോവാം. കോട്ടൻ്റെ എ ലൈൻ സിംഗിൾ കുർത്തി. ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കോട്ടൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ മിക്കതും ജോർജറ്റ് ആയിരിക്കും മിക്കതും വരുന്നത്. പിന്നെ ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഈ ഒരു പ്രിന്റ് എപ്പോഴും മൂവിങ് ആണ്. ഇതും കോട്ടൺ തന്നെയാണ് അല്ലേ. ഇതിനൊന്നും പ്ലസ് സൈസ് ഇല്ലേ കോട്ടണിലും ഉണ്ട്, പ്ലസ് സൈസ് വരുന്നുണ്ട് അല്ലേ. ഇത് എന്താ പ്രത്യേകത? ഇത് കോട്ടന്റെ ഒരു ഫ്രോക്ക് പോലത്തെ ഒരു ഐറ്റം ആണ്, അത് കാണിക്കാൻ വേണ്ടിയായിരുന്നു. പ്ലെയിൻ വന്നിട്ടേ ഫ്ലീറ്റ് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ കോട്ടൺ എന്നൊക്കെ പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ്. അതുപോലെ ഈ ഇവിടെ ഈ സ്ലീവൊക്കെ ഉള്ളിൽ ഉള്ളിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കോട്ടനായി, ഇതൊരു വേറെ കോട്ടനായി, ഇത് ഒരു ലൈറ്റ് വെയിറ്റ് കോട്ടൺ, അത് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ. അങ്ങനെ എല്ലാം കോട്ടണിന് ഓരോരോ പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പോൾ കോട്ടനായാലും ഏതായാലും നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് വെറും 199 വരുന്നതാണ്. ഇതും കോട്ടൺ തന്നെ കേട്ടോ, വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്നത്. വീനെക്കാണ് കേട്ടോ, ഇത് വീനെക്ക് കണ്ടോ,
നമുക്ക് 250 ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കോട്ടന്റെ 250 വിത്ത് ലൈനിങ്ങോട് കൂടി. ഇതൊക്കെ 250 ഇതിൽ കൂടുതലുണ്ട്, നമുക്കിപ്പോൾ കുറച്ച് കാണിക്കാം. അതെ ഇതിൽ കൂടുതലുണ്ട്. ഇത് 250 തുറക്ക്. ഇത് 250, ഇത് 250, ഇത് 250. രസമുണ്ടല്ലോ കേൾക്കാം. അതും കോട്ടൺ എന്ന് പറയുമ്പോൾ നല്ല ബെസ്റ്റ് കോട്ടൺ ആട്ടോ, വിത്ത് ലൈനിങ്ങോട് കൂടി. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട്. വെറും 250 കുർത്തിയാണ് ഈ കാണുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട്. ഇതിൽ പല പ്രിന്റ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന വീഡിയോയിൽ ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഈ ഐറ്റംസ് ഒക്കെ തീർന്നിട്ടുണ്ടാവും. പക്ഷേ ഡിഫറെൻറ്റ് പ്രിന്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് വരും. ഇതൊക്കെ കോട്ടൺ തന്നെയാണ്. ഇതെല്ലാം കോട്ടന്റെ കളക്ഷൻസ് ആണ്. ഇതൊക്കെ കോട്ടന്റെ ഡിഫറെൻറ്റ് പ്രിന്റിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇതന്നെ കിട്ടണമെന്നില്ല, പക്ഷെ കോട്ടൺ കിട്ടും. പ്രിന്റുകൾ ഡിഫറെൻറ്റ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ 250 കളക്ഷൻ. ഇതും ഒരു കോട്ടൺ തന്നെ. തിരിച്ചാ പിടിച്ചാൽ ഇതിന് നെക്കിന് മാറ്റമുണ്ട്. പറഞ്ഞേ. ഇത് കോട്ടൻ്റെ ഒരു സ്റ്റെപ്പ് നെക്കാണ് വരുന്നത്. പിന്നെ റേറ്റ് അറിയണമെങ്കിൽ ഒന്ന് ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് റേറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കാന്ന് വെച്ചാൽ നമ്മളൊരു ഏകദേശം കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. ഇതൊക്കെ ഫുള്ളിനി കാണിക്കാൻ തന്നു കഴിഞ്ഞാൽ ഉള്ള നേരം മൊത്തം പോവും. അപ്പോൾ കോട്ടൺ പ്രിന്റ് വരുന്നത്, അജറക് പ്രിന്റ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട്. ആ കാര്യം ഞങ്ങൾ എടുത്തെടുത്ത് പറയും. നമുക്ക് ലൈനിങ്ങിലൊക്കെ നല്ല നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. ഇത് സെമി സിൽക്കാണ് വരുന്നത്. സെമി സിൽക്കിൽ ഫോയിൽ പ്രിന്റ് ആണ് കേട്ടോ. ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട്. പിന്നെ സൈസ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ലാർജാണ്. സൈസ് കറക്റ്റ് എനിക്ക് സൈസൊക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരുവിധം കോട്ടൺ, മൽച്ചന്തേരി ഉണ്ട്, പിന്നെ ഡെൽറ്റ ഉണ്ട്, ജോർജറ്റ് ഉണ്ട്, റയോൺ ഉണ്ട്, പിന്നെ അങ്ങനെ എണ്ണം പിടിച്ച സെമി സിൽക്ക് ഉണ്ട്, സെമി ജൂട്ട് ഉണ്ട്. അങ്ങനത്തെ കളക്ഷൻസിൽ കുറേ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ എ ലൈനായിരിക്കും മിക്കതും നമുക്ക് കാണാൻ പറ്റുക. ഇത് നോക്കിയാൽ ഇതും ഒരു കോട്ടൻ്റെ തന്നെയാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ ഈ സംഭവം വരുന്നത്. ഇതെന്താ 250 ഉള്ള റേറ്റ്. ഇതിന് 250 ഉള്ള ഒന്ന് ലൈനിങ്ങോട് കൂടിയിട്ട് തന്നെയാണ്. അപ്പോൾ 250 തന്നെ കോട്ടൺ ആണ് കേട്ടോ പറയണത്. കോട്ടൺ 250. ഇത് വേറെ വത്തിക്കാൻ്റെ അകത്ത് വരുന്നത് ഒരു കോളർ നെക്ക് വരുന്നൊരു സ്ലീവ്ലെസ്. നേരത്തെ നമ്മൾ 2 പീസാണ് കാണിച്ചത്. പക്ഷേ ഇത് സിംഗിൾ അങ്ങനെ വേണമെന്ന് വെച്ചാൽ അങ്ങനെ സ്ലീവ്ലെസ്സിൽ അതും അവൈലബിൾ ആണ്. ഇതും ഒരു കോളറിലാണ് വരുന്നത്. സ്ലീവ് വേണമെന്നുള്ളവർക്ക് അറ്റാച്ച് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും വേണ്ട. ഓക്കെ. ഇത് പ്ലസ് സൈസ് ആണ്. കോട്ടന്റെ പ്ലസ് സൈസ് ചോദിച്ചില്ലേ? 4XL 3XL 4XL സൈസ് വരയ്ക്ക് അവൈലബിൾ ആണ്. പ്രിന്റ് വരുന്നു സിക്സാക്ക് പ്രിന്റില്. 4XL വരയ്ക്കാണ് ഇപ്പം നിലവിൽ നമ്മളിപ്പോ കളേഴ്സ് ഉണ്ട് കേട്ടോ, ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ നേരത്തെ പിടിച്ചില്ല ഒരു സിക്സാക്ക് എന്ന് പറയുന്നത്. അതിലിപ്പോ ഗ്രീൻ, ബ്ലൂ, റെഡ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ വേറെയും കുറെ പ്രിന്റ്സുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കോട്ടൺ ഒക്കെ തന്നെയാണ് വരുന്നത്. ഇതും ഒരു കോട്ടൺ തന്നെയാണ് കേട്ടോ. കോട്ടൺ. അപ്പോൾ കച്ചവടക്കാർക്കാണെങ്കിൽ എങ്ങനെ മേടിക്കണം? നമുക്ക് മീഡിയം, ലാർജ്, XL, XXL ഒരു ബണ്ടിലായിട്ട്. ഇപ്പൊ ഒരു ബണ്ടിൽ എടുക്കുവാണെങ്കിൽ ഇതൊരു കോട്ടന്റെ ബണ്ടിലല്ലേ, ഇതിന്റെ അകത്ത് 4 പീസാണ് വരുന്നത്. ഓക്കെ. ഇതിപ്പോ വരുന്നത് M2 XXLന്റെ 4 പീസ്, മീഡിയം, ലാർജ്, XL, XXL ഇങ്ങനെ ബണ്ടിൽ ബേസ് എടുക്കണം. അങ്ങനെ ബണ്ടിലായിട്ട് തന്നെ എടുക്കണം. ഇനി എത്ര രൂപയ്ക്ക് എടുക്കണം എന്താണ് ഇതൊക്കെ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ. പക്ഷെ കച്ചവടക്കാർക്ക് മാത്രമുള്ള റീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഒരു പീസ് ചോദിച്ചാൽ കിട്ടൂല. എന്നാലും മിനിമം പർച്ചേസ് നമുക്ക് 5000 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 5000 രൂപയ്ക്ക് എടുക്കണം നിർബന്ധമാണ്. അതാണ് ഞാൻ റേറ്റ് എനിക്ക് അറിയില്ല. അത് ഇപ്പം എന്തായാലും ഓപ്പൺ ആയിട്ട് പറഞ്ഞു 5000 രൂപയ്ക്ക്. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ്കാരാണെങ്കിൽ ഓൺലൈൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ 5000 രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ചെറിയ ബിസിനസ് തുടങ്ങാൻ പറ്റും. ഇനി കറക്റ്റ് ആയിട്ട് ഒന്ന് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ലൊക്കേഷൻ നമ്മൾ റെയിൽവേ സ്ഥലം, നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടേക്ക് വരണം, എങ്ങനെ വരണം? റെയിൽവേ സ്റ്റേഷൻ, കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഓട്ടോക്കാരോട് പറഞ്ഞാൽ മതി, ജസ്റ്റ് അവരിവിടെ എത്തിക്കും. പിന്നെ ഇവിടെ മീറ്റർ ഇടുന്ന പരിപാടി ഇല്ല. അതും കൂടി നോട്ട് ദി പോയിന്റ്. ഇവിടെ 1 കിലോമീറ്ററിന് 30 രൂപ കൊടുക്കണം. നമ്മളെ അനുഭവം കൂടി പറയണ്ടേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഒരു 70-80 രൂപ മേടിക്കും കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന്. ചിലർ ആളനുസരിച്ചിട്ട് അത് 100 രൂപ ആക്കും ചെയ്യും. അപ്പോൾ അത് അങ്ങനെയാണ്. നമ്മുടെ വയലത്തെ നാവ് ഇട്ടില്ലെങ്കിൽ അവർ അത് 80 ഉള്ളത് 100 തരാൻ പറഞ്ഞാൽ 100 നമ്മളെടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ വർത്താനം പറയാം 80 രൂപയോളം ഞങ്ങൾ സ്ഥിരം വരുന്നതാണെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഞാൻ ഇന്നത്തെ ഡേറ്റിലത്തെ കാര്യം പറയണത്. ഇനി 1 കൊല്ലം കഴിഞ്ഞിട്ട് ചേച്ചി ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞാൽ അത് നടക്കൂല കേട്ടോ. അപ്പോൾ 2026-ത്തെ കാര്യമാണ് പറയണത്. പിന്നെന്താ പറയുക, പോലീസ് സ്റ്റേഷൻ കായംകുളം ആകെ ഒരേ ഒരു പോലീസ് സ്റ്റേഷനുള്ള. ആ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. AS കുർത്തീസ് ഹോൾസെയിൽ ഓൺലി കേട്ടോ. ഇതും കൂടി കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അതെ, ഇത് രണ്ടും കൂടി കാണിച്ചിട്ട്. ഇനി വേറെ എന്തെങ്കിലും മിസ്സായില്ല നമുക്ക്? ഇല്ല. ഇത് മിസ്സായെന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ കളക്ഷൻസ് ഉണ്ട്, ഇഷ്ടംപോലെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇനി ഇത് പിന്നെ യൂണിറ്റിൻ്റെ കാര്യം ഞാൻ പറയണം. മുകളിൽ യൂണിറ്റ് ആണ്. നമ്മൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതുകൊണ്ട് അത് ഇനി കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം കുറേ ആൾക്കാർ ഇങ്ങനെ പയ്യന്മാരിങ്ങനെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യണത് മാത്രമാണ്
നമ്മൾ കാണാൻ പോണത്. അപ്പൊ അതൊരു കാര്യമില്ലല്ലോ. ഇതിനെ കുറിച്ച് പറയാം. ഇത് വിചിത്ര സിൽക്ക് ആണ്. വിചിത്ര സിൽക്കിന്റെ അകത്ത് എംബ്രോയിഡറിയും ഒരു ചെറിയ ബീഡ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. ഈ സംഭവമാണ് ഈ ഇരിക്കുന്നത്. ഷുഗർ ബീഡ്സ്. ഈ ഇരിക്കണതിന്റെ കളേഴ്സ് ആണ് കേട്ടോ ഈ മൊത്തം ഇരിക്കുന്നത്. അപ്പോൾ ഇതിനും കളേഴ്സ് ഉണ്ട്. ഇങ്ങനെ വർക്കുകളൊക്കെ കയറി വരിക. അതുപോലെ ഇത് കോട്ടണിന് നമുക്കൊരു ലാസ്റ്റ് എന്തായാലും കയ്യിൽ പിടിച്ചതില്ല, അതും കൂടി ഒന്ന് കാണിച്ചിട്ട് അവസാനിപ്പിക്കാം അല്ലേ. ഇത് പ്ലസ് സൈസ് ആണ്. പ്ലസ് സൈസ് ആയതുകൊണ്ട് എന്തായാലും പ്ലസ് സൈസിന് വേണ്ടി കുറച്ച് ഇത് M2 XXL ആണ്. ഡബിൾ എക്സൽ. അപ്പോൾ 44. ഇത് നമ്മളിപ്പോ ഞാൻ കയ്യിലെടുത്തേക്കുന്ന ലാർജ് ആണ്. 44 എടുക്കണോ? ചോദിച്ചു. ഇത് സാധാരണ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. ഓക്കെ. ഇത് പറഞ്ഞാൽ കോട്ടൻ്റെ കയ്യിൽ പിടിച്ചതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കില്ല. അല്ലാത്ത കുറേ ഓപ്പൺ ചെയ്യാനുള്ള സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം. ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ കുർത്തീസ് ഉണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നേരിട്ട് വരാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് അല്ല, പക്ഷേ ഇനിയും കളക്ഷൻസ് നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കും. മിസ് ചെയ്യേണ്ട. ഇവരുടെ ഇൻസ്റ്റാ പേജ് ഉണ്ട്. ഇൻസ്റ്റാ പേജിൻ്റെ ഒന്നില്ലെങ്കിൽ വിളിച്ചു നോക്കി, അല്ലെങ്കിൽ ഞാൻ പറ്റിയെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള കളക്ഷൻസ്. പ്രിൻസിപ്പ് അവർ ചാറ്റ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്തായാലും വന്നതല്ലേ. പ്രിൻസി അല്ലേ വണ്ടി ഓടിക്കണ്ടായിരുന്നത്? ഈ വണ്ടി ഓടിക്കുന്ന സംഭവം കണ്ടെങ്കിൽ ഇവർ ഇൻസ്റ്റാ പേജിൽ കയറുക. ഭയങ്കര വണ്ടി ഓടിക്കില്ല അതില്. പിന്നീട് കുറെ ജാതകളുണ്ട് ഇവർ ഇങ്ങനെ ഇട്ട് കാണിക്കില്ലേ. അതൊക്കെ ഞാൻ കണ്ടു. അപ്പൊ ടാറ്റ, ബൈ ബൈ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.